പ്രധാനമന്ത്രിയുടെ സൗരോർജ നിർമ്മാണ പദ്ധതിയിൽ ഞാനും അംഗമായി. അതിൻ്റെ ഭാഗമായി എൻ്റെ വീടിൻ്റെ മേൽക്കൂരയിൽ അതിനുള്ള സജ്ജീകരണം ഒരുക്കിയ വിശേഷങ്ങളാണ് പറയുന്നത്. ഏതാണ്ട് ഇതേപോലുള്ള 10 പാനലുകൾ 2 റോയിലായിട്ട് മുകളിൽ കിഴക്ക് വടക്ക് ആയിട്ട് തെക്ക് വശം ചെരിഞ്ഞാണ് ഇവ പണിഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അടിയിൽ കാണുന്നതെല്ലാം സൗരോർജം ടാപ്പ് ചെയ്യാനുള്ള വഴികളാണ്. അതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട തൊഴിലാളികൾ അവരുടെ പണിയിൽ വ്യാപൃതരാണ്. റൈറ്റ് സൈഡിൽ ഓടിയത് ഇലക്ട്രീഷ്യന്മാരാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഇരുന്നവർ അതിൻ്റെ സ്ട്രക്ചറൽ കാര്യങ്ങളും പാനലും ഉറപ്പിക്കുന്നവരാണ്. 2 ദിവസത്തെ അഹോരാത്ര പണി കൊണ്ട് അവരത് പൂർത്തിയാക്കി. കാലുറപ്പിക്കുന്നതിനുള്ള ആ കഠിന പ്രയത്നത്തിലാണ് ഭയങ്കരമായ വെയിലിനെ അതിജീവിച്ചുകൊണ്ട് അവർ ഈ പണി ചെയ്യുന്നത്. അവരുടെ ഈ പണി കണ്ട സമയത്ത് എനിക്ക് തോന്നിയത്, വാസ്തവത്തിൽ ഇവരല്ലേ ശരിക്കും പണിയെടുക്കുന്നത്, അർഹമായ കൂലി ഇവർക്കല്ലേ ലഭിക്കേണ്ടത് എന്നെല്ലാമുള്ള സംശയം എനിക്ക് തോന്നി. ഇദ്ദേഹം ഇരിക്കുന്നത് പോലെ നമുക്ക് എത്ര സമയം ഇരിക്കാൻ സാധിക്കും എന്നും ഞാൻ ചിന്തിക്കുകയുണ്ടായി. അവർ കഠിനമായിട്ട് രാവിലെ മുതൽ വൈകുന്നവരെ ആ വെയിൽ കൊള്ളുകയായിരുന്നു. അവരാകെ കുറച്ച് വെള്ളം മാത്രമാണ് എന്നോട് ആവശ്യപ്പെട്ടത്. ഒരു പരാതിയും പരിഭവമില്ലാതെ അവർ അവരുടെ പണി അനുശ്രുതം നടത്തുന്ന ഒരു ഭംഗിയായ കാഴ്ച ഞാൻ കാണുകയുണ്ടായി. മുകളിൽ നിന്ന് ഈ പാനലുകളിൽ നിന്ന് കറണ്ടും അതേപോലെ എർത്തും താഴേക്ക് കൊണ്ടുപോകുന്നതിനുള്ള കമ്പിയാണ് ആ ഇലക്ട്രീഷ്യന്മാർ പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഈ കാണുന്ന ഭാഗത്താണ് പാനലിൽ നിന്ന് പാനലിലേക്ക് കറണ്ട് ജോയിൻ്റ് ചെയ്യുന്നൊരു ഭാഗമാണിത്. 2 എർത്ത് ഈ പാനലിൽ നിന്ന് അവർ താഴോട്ട് കൊണ്ടുപോകും. ഒന്ന് നമ്മുടെ സ്ട്രക്ചർ ഇരുമ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കറണ്ട് ഉണ്ടായാൽ അതിൻ്റെ ലീക്കിനെ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ്. മറ്റുള്ളത് ആ പാനലിനെ തന്നെ കറണ്ട് പ്രൊഡക്ഷൻ നടത്തുമ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ. ഇപ്പോൾ കണ്ടത് നടന്നു പോകാനുള്ളൊരു പാതയാണ്. ഇടയ്ക്ക് വർഷത്തിൽ 2-3 പ്രാവശ്യം നമുക്ക് ഇത് നനയ്ക്കുകയും ക്ലീൻ ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ആ പാതയിലൂടെ നടന്ന് നമുക്കത് ക്ലീൻ ചെയ്യാം. ഈ കാണുന്നത് ഇടിമിന്നലും മറ്റും ഉണ്ടാകുമ്പോൾ കറണ്ട് ഭൂമിയിലേക്ക് പ്രവഹിക്കാനുള്ള ഇടിമിന്നൽ രക്ഷാചാലകമാണ്. ഇതാണ് താഴെ ഞാൻ പറഞ്ഞില്ലേ എർത്ത് ചെയ്തിരിക്കുന്ന കമ്പിയാണ്. അത് സജ്ജീകരിച്ചിരിക്കുന്നത് മുകളിൽ നിന്ന് താഴോട്ട് ഇറക്കി വളരെ ദൂരത്തിൽ 3 മീറ്റർ ദൂരത്തിൽ ഈ മുകളിൽ നിന്ന് വരുന്ന 2 എർത്ത് കമ്പികൾ 2 സ്ഥലത്തായിട്ട് അവർ കുഴിച്ചിട്ടിരിക്കുകയാണ്. ഏതാണ്ട് 5 അടി താഴ്ചയുള്ള റോഡാണ് അവർ കുഴിച്ചിട്ടിരിക്കുന്നത്. ഈ ഏണിയിലൂടെ മുകളിലേക്ക് കയറിയാണ് അവർ ഈ അഭ്യാസമൊക്കെ നടത്തിയത്, റെഡിയാക്കിയത്. ഈ കാണുന്നതാണ് ബോർഡ്. ഇത് DC AC ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സ്റ്റെബിലൈസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇതാണ് AC സ്റ്റെബിലൈസർ. താഴെ കാണുന്നത് മീറ്ററാണ്. ഇത് DC ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ DCയെ AC ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സിസ്റ്റമാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുകളിൽ നിന്ന് പാനലിൽ നിന്ന് വരുന്ന DC കൺവേർട്ട് ചെയ്യുന്ന ചേംബറിലേക്ക് കൊടുക്കാൻ ഉപയോഗിക്കുന്ന കൺവേർട്ടറാണ്. DCയെ കൺവേർട്ട് ചെയ്യുന്ന AC ആയിട്ട് കൺവേർട്ട് ചെയ്ത് സ്റ്റെബിലൈസ് ചെയ്ത് AC ആയിട്ട് മീറ്ററിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഈ ഭാഗത്ത് നടക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഈ എർത്ത് ചെയ്തിരിക്കുന്ന കമ്പിയാണ് താഴോട്ട് പോകുന്നത്. അത് താഴെ കൊണ്ടുപോയി ഈ ബോർഡിലും 2 എർത്ത് ഉണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ കൺവേർട്ടറാണ് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒരുക്കുന്നത്. ഉണ്ടാക്കുന്ന കറണ്ട് DC, അതിനെ AC ആക്കുന്നു. ACയെ സ്റ്റെബിലൈസ് ചെയ്ത് ഇപ്പുറത്തേക്ക് വിടുന്നു. അങ്ങനെ അടുത്ത വീട്ടിലേക്ക് പണിയാൻ വെച്ചിരിക്കുന്ന 10 സോളാർ പാനലും അതിൻ്റെ സ്ട്രക്ചറൽ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള കമ്പി, അത് പെയിൻ്റ് അടിക്കുന്ന പണിയിലാണ് ഈ 2 ലേബേഴ്സ്. അവരുടെ സ്കിൽ വളരെ രസകരമായിട്ട് എനിക്ക് തോന്നി. പെയിൻ്റ് അടിക്കാനുള്ളതെല്ലാം അടുക്കി ഒരേപോലെ വെച്ചതിന് ശേഷം 2 പേരും അപ്പുറം ഇപ്പുറം ഇരുന്ന് വളരെ വേഗത്തിൽ അത് പെയിൻ്റ് അടിച്ച് അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്. സാധാരണ നമ്മൾ ഓരോന്നും പ്രത്യേകം എടുത്താണ് പെയിൻ്റ് അടിക്കാറുള്ളത്. പക്ഷേ ഇവരുടെ ആ വൈദഗ്ധ്യം അനുകരണീയമായിട്ട് എനിക്ക് തോന്നി. ഇത് പൈപ്പാണ്, അതിലൂടെയാണ് കറണ്ടിൻ്റെ കമ്പികളും കാര്യങ്ങളും എല്ലാം അവർ
വലിച്ചുപയോഗിക്കുന്നത്. ഇടത് സൈഡിൽ താഴെ കിടക്കുന്നത് അടുത്ത വീട്ടിലേക്കുള്ള എർത്ത് പൈപ്പുകളാണ്. ആ പൈപ്പ് അടുത്ത വീട്ടിൽ എർത്തിങ്ങിന് അവർ ഉപയോഗിക്കും. ഈ സോളാർ പാനലും അതിന് വേണ്ടിയിട്ട് സജ്ജീകരിച്ചിട്ടുള്ളതാണ്. ഇതുവഴിയാണ് അവർ മുകളിലേക്ക് പോയി ആ സോളാർ പാനൽ വീടിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്ത് തന്നത്. ആദ്യമായിട്ട് അവർ ഫിറ്റ് ചെയ്യുന്ന തുടങ്ങുന്ന സമയത്തുള്ള കാഴ്ചയാണ് ഈ രണ്ടും. താഴെ ഇലക്ട്രീഷ്യന്മാരാണെങ്കിൽ മുകളിൽ അതിൻ്റെ സ്ട്രക്ചറൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, അവർക്ക് വേണ്ട സാധനങ്ങളെല്ലാം പാക്കറ്റിൽ വന്നതാണ് ഇത്. അങ്ങനെ നമുക്ക് വളരെ സന്തോഷത്തോടു കൂടി ഒരു സോളാർ വൈദ്യുതി ആസ്വദിക്കാനുള്ള അവസരമുണ്ടാകട്ടെ. നമസ്തേ.